കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തിവെക്കണം എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയുള്ളതായി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വന്നിട്ടുള്ളത്. ഈ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണ്. താങ്ങുവിലക്ക് മുകളിൽ കേരളം ബോണസ് നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സംസ്ഥാന സർക്കാർ കിലോക്ക് 6 രൂപ 31 പൈസയാണ് അധികമായി നൽകുന്നത്. ഇത് കർഷകർക്കുള്ള വലിയ പിന്തുണയാണ്. അപ്പോൾ നെൽ കർഷകർക്ക് നൽകാനുള്ള സഹായത്തിൽ കേന്ദ്ര വിഹിതം യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നില്ല. ആയിരക്കണക്കിന് കോടി തരാൻ ബാക്കിയാണ്. അതിലിപ്പോൾ ഇതിന് മാത്രം ഈ നെല്ല് സംഭരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് തരാനുള്ളത് 1344 കോടി രൂപ കേന്ദ്രത്തിൻ്റെ കുടിശ്ശികയാണ്. കോർപ്പറേറ്റുകൾക്ക് ഇവിടെ ആയിരക്കണക്കിന് കോടിയാണ്, ലക്ഷക്കണക്കിന് കോടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ കുഞ്ഞുങ്ങൾ അവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ മാറ്റുക എന്നുള്ളതാണ് BJPയുടെ സമീപനം. പണ്ട് കോൺഗ്രസിൻ്റെ സമീപനം അത് തന്നെയായിരുന്നു. അവരുടെ കടമാണ് എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട കർഷകന് 6.13 6.31 രൂപ അധികം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷിക്കാർക്കെതിരായിട്ട് കത്തയക്കുമ്പോൾ ഈ കോടാനുകോടി ഉറുപ്പിക എഴുതി തള്ളുന്ന റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്ക് സംവിധാനത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ചെയ്യാറില്ല. അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇന്ത്യ-US കരാറിൻ്റെ ഭാഗമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒരു നയാ പൈസയുടെ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്ന കരാർ അംഗീകരിച്ചതായിട്ട് വാർത്തയുണ്ട്. അവർ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, ആ വാർത്തയുണ്ട്. അപ്പോൾ ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന് വേണ്ടി പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്ന നെല്ലിൻ്റെ വില കുറക്കണം എന്ന ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. അതാണ് നെൽവിലയുമായി ബന്ധപ്പെട്ട പ്രശ്നം. മാത്രമല്ല, നമുക്ക് തരാനുള്ള പണം 1344 കോടി രൂപ സംഭരിച്ച പണം തന്നിട്ടുമില്ല. എന്നിട്ടാണ് പറയുന്നത് നിങ്ങളിനി 6.13 രൂപ കൊടുക്കാൻ പാടില്ല അധികം ഒരു കിലോവിൻ്റെ നേരെ എന്നും. ഇതാണ് സ്ഥിതി കേന്ദ്രത്തിൻ്റെ. ഞങ്ങൾ ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുക. അവർ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യം.